ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പിള്ള പറഞ്ഞതനുസരിച്ച് ഷ്യാമയുടെ അസുഖം മാറാനായിട്ട് ഒരു അമ്മൻ്റെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് തെരുവിൽ എല്ലാവർക്കും മുമ്പിൽ പിച്ചെടുക്കുവാണ് കേട്ടോ പപ്പി. അങ്ങനെ പിച്ചെടുക്കുന്ന പപ്പീനെ സരോജൻ മെമ്പർ കാണുവാണ്. അങ്ങനെ പപ്പിയുടെ പേരും മുത്തശ്ശിയുടെ പേരൊക്കെ ചോദിച്ചറിയുന്നതിലൂടെ താൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പത്മിനി ചേച്ചിയുടെ കൊച്ചുമോളാണ് പപ്പി എന്ന് തിരിച്ചറിഞ്ഞ് പപ്പിയെ ചേർത്ത് പിടിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ഭാമ ഹോളിലിരിക്കുമ്പോൾ രാഘവനും വിഷ്ണുവൊക്കെ ശ്യാമയുടെ കാര്യത്തിന് വേണ്ടി ശാലിനിയെ തിരികെ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് സംസാരിക്കുവാണ് കേട്ടോ. ഈ സമയം കാർത്തിക ഉണ്ടാകും അവിടെ. അന്നേരം ഭാമ തൻ്റെ നിലപാട് അവർക്ക് മുമ്പിൽ ഉറപ്പിച്ച് പറയുക. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അവളുണ്ടല്ലോ ആ ശാലിനി, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം വരെ അവളെ ഞാൻ എന്തിൻ്റെ പേരിലാണെങ്കിലും ശരി ഈ വീട്ടിലേക്ക് കയറ്റാനേ പോകുന്നില്ല. അത് കേട്ട് ദേഷ്യത്തിൽ നിൽക്കുമായിരിക്കും വിഷ്ണുവും രാഘവനും ഒക്കെ. ഈ ഒരു സമയത്ത് തന്നെ ആയിരിക്കും പെട്ടിയുമായിട്ട് ശാലിനി അവിടെ എത്തുന്നത്. അങ്ങനെ അത് കാണുന്ന ഭാമ ചോദിക്കണേ, അല്ല ഈ പെട്ടിയും കിടക്കയായിട്ട് നീ എങ്ങോട്ടാ? മര്യാദയ്ക്ക് ഇപ്പം തന്നെ ഇറങ്ങി പൊക്കോണ് ഇവിടുന്ന്. അന്നേരം ശാലിനി പറയുക, ഇല്ല സത്യാമേ, ഞാനിപ്പോൾ ഇവിടെ തിരിച്ചു വന്നിരിക്കുന്നത് എൻ്റെ അനിയത്തി ശ്യാമയ്ക്ക് വേണ്ടിയിട്ടാണ്. മാത്രമല്ല എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് ശ്യാമയുടെ ഭർത്താവ് രോഹിതാണ്. ഞാനിനി ശ്യാമയെ നോക്കാൻ ഇവിടെ തന്നെ ഉണ്ടാവും. സത്യാമ്മ പറഞ്ഞാലും ഞാൻ പോകാൻ പോകുന്നില്ല. അങ്ങനെ രണ്ടും കൽപ്പിച്ചതിന് ശാലിനി അകത്തേക്ക് കയറി വരുവാണ്. ഭാമയാണെങ്കിൽ ആകെ കലുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ സമയം ശാലിനി വന്നത് കാണുമ്പോൾ രാഘവനും വിഷ്ണുവിനൊക്കെ ഒത്തിരി സന്തോഷമാകുവാണ്. അങ്ങനെ ശ്യാമയുടെ അസുഖം മാറുന്നതുവരെ ഇനി ശാലിനി വീട്ടിൽ തന്നെ ഉണ്ടാകും. മാത്രമല്ല സത്യ വിഷ്ണുവിൻ്റെ മകളാണെന്നുള്ള കാര്യം പപ്പിമോൾ അറിയാനും പോകുവാണ്. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്